നമ്മളൊക്കെ CNയിൽ കണ്ടിരുന്ന ക്ലാസിക് ബെൻടനിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഡാർക്കായിട്ടുള്ള ബെൻടൻ കോമിക്സാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് DC-യുടെ ആബ്സല്യൂട്ട് ബാറ്റ്മാനൊക്കെ പോലെ ഈ ഒരു ബെൻടൻ കോമിക്സിൻ്റെ ഇഷ്യൂ 1 ആണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഷിപ്പ് നീങ്ങുന്നു. ഇതിലൊരു സീക്രട്ട് റൂമുണ്ട്. ആ ഒരു സീക്രട്ട് റൂമിൽ നിന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നു. അവസാനം ആ സമയം വന്നെത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളും എൻ്റെ കാൽ കീഴിലാവാനുള്ള സമയം എത്തിയിരിക്കുന്നു. എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ശക്തിയുള്ള ഒരായുധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ ആ പവർ എൻ്റെ കൈകളിലിരിക്കും. അതോടെ സ്പേസിൽ നിന്ന് ഒരു ഉൽക്ക പോലുള്ള വസ്തു ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ കുതിച്ചു പായുന്നു. എർത്തിലേക്ക് വരുമ്പോഴും ബെന്നും കസിനായ ഗിന്നും ബെന്നിൻ്റെ മുത്തശ്ശനായ മാക്സും കാട്ടിൽ ക്യാമ്പ് ഫയർ ചെയ്യുകയാണ്. ബെൻ തനിക്ക് കിട്ടിയ സുമോ സ്ലാമേഴ്സ് കാർഡ് നോക്കി സങ്കടപ്പെടുന്നു. ഇതിൽ എത്ര ബ്ലൂ കാർഡ് കിട്ടിയാലാ എനിക്കൊരു ഗോൾഡ് കിട്ടുന്നത്? ഗിൻ, നിൻ്റെ ഏലിയൻ സയൻസ് പുസ്തകങ്ങളെക്കാൾ കഷ്ടമാണ് എൻ്റെ ഈ സുമോ കാർഡുകൾ. പിന്നെ അവർ വഴക്കിടുന്നു. അവരുടെ തർക്കം കണ്ട് ഗ്രാൻഡ്പ മാക്സ് ഇടപെടുന്നു. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ റഷ്മോർ മലനിരകളിലേക്ക് എത്താമെന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നും ഗ്രാൻഡ്പ ചോദിക്കുന്നു. പക്ഷെ ബെന്നിന് ആവേശം പോയി. നിങ്ങളുടെ ഈ നോ ഫോൺ റൂൾ കാരണം എനിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. മാക്സ്, നിൻ്റെ തലയിൽ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നിനക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഗുന്ന് ബെന്നിനെ കളിയാക്കുന്നു. ഇതൊരു പണിഷ്മെൻ്റ് അല്ല ബെന്നി. ഈ സമ്മർ നമ്മൾ ഫോണിൽ മാത്രം നോക്കിയിരുന്ന് പാഴാക്കരുത്. ഗ്രാൻഡ്പയോട് പറയുന്നു. വിഷമിക്കേണ്ട ഗ്രാൻഡ്പ, ഞാൻ നിങ്ങളുടെ റൂൾസ് എല്ലാം പാലിക്കൂ. പെട്ടെന്ന് ഗ്രാൻഡ്പ മാക്സ് പറയുന്നു, നിങ്ങളുടെ പാരൻസിന് ഞാൻ വാക്കു കൊടുത്തതാണ്. സ്ക്രീനിന് പുറത്തുള്ള അമേരിക്ക കാണിച്ചു തരാമെന്ന്. തല്ലുകൂടി എൻ്റെ സമാധാനം കളയരുത്. പക്ഷെ ബെന്നിൻ്റെ ദേഷ്യം അതിര് കടന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട. മാക്സ്, ആ മാർഷമലയും കഴിച്ച് ഇവിടെ ഇരുന്നോ. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ ഉൾക്കാട്ടിലേക്ക് തനിയെ നടന്നു നീങ്ങുന്നു. ഇരുണ്ട കാട്ടിൽ ബെൻ വഴിതെറ്റി നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു മിലിറ്ററി ബേസിൽ അലാറം മുഴങ്ങുന്നു. ഓഫീസർമാർ അടിയന്തര സന്ദേശം നൽകുന്നു. ശ്രദ്ധിക്കൂ, നമ്മളൊരു അജ്ഞാത വസ്തുവിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എനർജി ഫ്രീക്വൻസി അളക്കാൻ പോലും സാധിക്കുന്നില്ല. അത് ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണ്. കാട്ടിലൊറ്റയ്ക്ക് നിൽക്കുന്ന ബെൻ ചിന്തിക്കുന്നു. ഞാൻ വഴി തെറ്റുപോയല്ലോ. വീൺ ഇതറിഞ്ഞാൽ എന്നെ കളിയാക്കും. പെട്ടെന്നാണ് ആകാശത്ത് വലിയൊരു തീഗോളം പ്രത്യക്ഷപ്പെടുന്നത്. അത് നേരെ ബെന്നിൻ്റെ അടുത്തേക്ക് കുതിച്ചു വരുന്നു. വൻ ശബ്ദത്തോടെ ഉൽക്ക പതിക്കുന്നു. ഒരു ഗ്രീൻ ലൈറ്റ് മൊത്തമാകെ പരക്കുന്നു. ആ ഒരു ഉൽക്കയുടെ ആഘാതത്തിൽ ബെന്നും തെറിച്ചു വീഴുന്നു. ഭാഗ്യം, എനിക്കൊന്നും പറ്റിയില്ല. എന്തായിരുന്നു ആ സാധനം? അത് വീണ് കിടക്കുന്ന ആ കുഴിയിൽ നിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നു. അതുപോലെ എന്തോ പവറും ബെന്നിൻ്റെ ഇടത് കൈയിലേക്ക് ആ ഗ്രീൻ എനർജി പടർന്നു പിടിക്കുന്നു. ബെൻ പേടിച്ച് നിലവിളിക്കുന്നു. അവനത് കൈകൊണ്ട് തട്ടി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ബെന്നിൻ്റെ ഇടത് കൈയിൽ അമർന്നു പിടിക്കുകയും അതൊരു ഒമിനിട്രിക്സായി മാറുകയാണ്. ബെന്നിനത് ഊരി മാറ്റാൻ കഴിയുന്നില്ല. വാച്ച് കയ്യിൽ ഉറച്ചതോടെ ബെന്നിൻ്റെ കയ്യിൽ ചെറിയ കൈകൾ പോലുള്ള ഗ്രീൻ എനർജി രൂപപ്പെടാൻ തുടങ്ങുന്നു. ബെൻ ഭയന്നലർന്നു. പെട്ടെന്നാണ് ആ കാട്ടിലേക്ക് വൻ ആർമി ടാങ്കുകളും ആയുധങ്ങളുമായി മിലിറ്ററി വന്നെത്തുന്നത്. ആർമി കമാൻഡർ ഉത്തരവിടുന്നു, ആകാശത്ത് നിന്ന് വീണ ആ വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ അന്വേഷണം തുടരുക. ബെൻ പേടിച്ച് മരത്തിൻ്റെ പുറകിൽ ഒളിക്കുന്നു. അതേസമയം പേരക്കുട്ടിയെ കാണാതെ ടോർച്ചുമായി കാട്ടിൽ അന്വേഷിച്ചിറങ്ങിയ ഗ്രാൻഡ്പ മാക്സ് ബഹളവും വെളിച്ചവും കണ്ട് ഞെട്ടുന്നു. സമാധാനമായ ഒരു വെക്കേഷൻ കിട്ടുമെന്ന് കരുതിയ എനിക്ക് തെറ്റി. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗുന്ന് പറയും, പ്രത്യേക വെക്കേഷനായിരിക്കും. കയ്യിൽ കുടുങ്ങിയ ആ വിചിത്രമായ ഒമിനിട്രിക്സ് അഴിച്ചെടുക്കാനാവാതെ ആ ഇരുണ്ട കാട്ടിൽ ജീവനം കൊണ്ട് ഓടുകയാണ് ബെൻ. അവൻ കരഞ്ഞുകൊണ്ട് സ്വയം പറയുന്നു, ഇതത്ര കോമഡിയല്ല, ഒട്ടും കോമഡിയല്ല. ഇതെന്താ എൻ്റെ കയ്യിൽ നിന്ന് ഊരി പോവാത്തത്? പ്ലീസ് ഒന്ന് ഊരി വാ. ഓട്ടത്തിനിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ നിൽക്കുന്നു. ഇതിനി എന്തെങ്കിലും അവൻ നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാധാരണ ഒരു കാട്ടുമൃഗമല്ല. പകുതി ഭാഗം യന്ത്രങ്ങളും അസ്ഥികൾക്ക് പകരം റോബോട്ടിക് വയറുകളും കണ്ണുകളിൽ റെഡ് ലൈറ്റുള്ള ഒരു കൂറ്റൻ സൈബോർക്ക് കരടിയാണ്. വഴിയടച്ചു നിൽക്കുന്ന ആ രാക്ഷസ കരടിയെ കണ്ട് ബെൻ ഞെട്ടി നിൽക്കുന്നു. ആ കരടി വാ പൊളിച്ചുകൊണ്ട് ബെന്നിന് നേരെ അടുക്കുകയാണ്. പേടിച്ച് വിറച്ച് നിൽക്കുന്ന ബെൻ കൈകൾ മുന്നിലേക്ക് പിടിച്ച് കെഞ്ചുന്നു. എന്നൊന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടണേ എന്ന് അവൻ പറയുന്നു. അവൻ പേടിച്ച് പിറകിലേക്ക് വീഴുന്നു.
വീണ് കിടന്ന് അവൻ നിലവിളിക്കുന്നു. അതെന്നെ കൊല്ലുമെന്നൊക്കെ ബെന്ന് പറഞ്ഞ് ആ ഒമിനിട്രിക്സിൽ കൈകൊണ്ട് അടിക്കുന്നു. പെട്ടെന്നാണ് ബെന്നിൻ്റെ കയ്യിലെ ഒമിനിട്രിക്സ് ഗ്രീൻ നിറത്തിൽ പ്രകാശിക്കാൻ തുടങ്ങിയത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ആ കരടി ആകാശത്ത് നോക്കി അലറുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രീൻ എനർജി ഒരു കൊടുങ്കാറ്റ് പോലെ ബെന്നിന് ചുറ്റും പടരുന്നു. അവന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിൻ്റെ പവർ. അവൻ അലറുന്നു, നോ, ഇതെന്താ സംഭവിക്കുന്നത്? ബെൻ അങ്ങനെ ഒരു ഏലിയനായി മാറുന്നു. എനിക്കെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ മാറ്റം സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. 12 അടി പൊക്കമുള്ള 4 കൈകളുള്ള 4 ആംസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ബെൻ.